ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ജോഗ്രഫി വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ മേജർ ലാൻഡ് ഫോംസ് ഡിസ്കസ് ചെയ്തു വരികയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൗണ്ടൻസ്, പ്ലേറ്റ്യൂസ്, പ്ലെയിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ തേർഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ഐലൻഡ്സ് എന്നുള്ള ലാൻഡ് ഫോമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഐലൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഐലൻഡ്സ് ഈസ് ദി ലാൻഡ് മാസ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ലാൻഡ് ഏരിയാസിനെയാണ് നമ്മൾ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പല ടൈപ്സ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. ഈ ഓരോ ടൈപ്സ് ഓഫ് ഐലൻഡും ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതെങ്ങനെ ഫോം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ബേസിസിലാണ്. സോ ബേസ്ഡ് ഓൺ ദി ഫോർമേഷൻ വി ക്യാൻ ഡിവൈഡ് ഐലൻഡ്സ് ഇൻ ടു 6 കാറ്റഗറീസ്. മെയിൻലി ആറ് ക്ലാസിഫിക്കേഷനാണ് ഐലൻഡ്സിനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ഒന്ന് നോക്കാം. ആദ്യത്തേത് കോണ്ടിനെൻ്റൽ ഐലൻഡ്, രണ്ടാമത്തേത് പാർട്ട് ഓഫ് സബ്മേർജ്ഡ് മൗണ്ടൻ റേഞ്ചസ്, മൂന്നാമത്തേത് വോൾക്കാനിക് ഐലൻഡ്, നാലാമത്തേത് കോറൽ ഐലൻഡ്സ്, അഞ്ചാമത്തത് റിവറൈൻ ഐലൻഡ്, ദെൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ്. അപ്പോൾ ഇങ്ങനെ 6 നമ്മൾ ഐലൻഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ദിസ് 6 ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫോർമേഷൻ. എങ്ങനെ അത് ഫോം ചെയ്യുന്നു എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഐലൻഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും എങ്ങനെ ഫോം ചെയ്യുന്നു. ഫസ്റ്റ് വൺ, കോണ്ടിനെൻ്റൽ ഐലൻഡ്. കോണ്ടിനെൻ്റൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഒരു ഭാഗം അത് റിഫ്റ്റ് ചെയ്ത് മാറി ഉണ്ടാവുന്ന ഐലൻഡ്സ് ആണ് കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തമാകും. എക്സാമ്പിളാണ് നമ്മുടെ ആഫ്രിക്കയുടെ സൈഡിലിരിക്കുന്ന മഡഗാസ്കർ എന്ന ഐലൻഡ്. നിങ്ങൾക്കറിയാം ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഐലൻഡ് ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം, മഡഗാസ്കർ അല്ലേ. ഈ മഡഗാസ്കർ ഐലൻഡ് ആക്ച്വലി മുൻപ് ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു. പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് റിഫ്റ്റ് ചെയ്ത് മാറിയാണ് അതൊരു സെപ്പറേറ്റ് ഐലൻഡായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിരിക്കും, ആ കോണ്ടിനെൻറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, ആ പോർഷൻ അതിൽ നിന്ന് റിഫ്റ്റ് ചെയ്ത് മാറുകയാണെങ്കിൽ, അങ്ങനെ റിഫ്റ്റ് ചെയ്ത് മാറുമ്പോൾ അതിനെ ചുറ്റും സീ എൻസർക്കിൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ഐലൻഡായി മാറും. അത്തരം ഐലൻഡ്സാണ് കോണ്ടിനെൻ്റൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് മഡഗാസ്കർ എന്നുള്ള ഐലൻഡ്. ഓക്കെ, ഇനി അടുത്തതാണ് സബ്മേർജ്ഡ് മൗണ്ടൻസ്. അതായത് നമുക്കറിയാം ഓഷ്യൻ്റെ അടിയിലും മൗണ്ടൻസ് ഉണ്ട്. ആ മൗണ്ടൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് സീ മൗണ്ട്സ് എന്നാണ്. ഓക്കെ, ഓഷ്യൻ്റെ അടിയിലുള്ള മൗണ്ടൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് സീ മൗണ്ട്സ് എന്നാണ്. ഇനി ഇത് കൂടാതെ ഓഷ്യൻ്റെ അടിയിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. അപ്പോൾ ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് അല്ലെങ്കിൽ സീ മൗണ്ട്സ് ഇവർ സീ ലെവലിന് മുകളിലോട്ട് എമേർജ് ചെയ്യുമ്പോൾ അത് ഐലൻഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സീ മൗണ്ട്സ് ഉണ്ട് ഓഷ്യൻ്റെ അടിയിൽ, അത് കൂടാതെ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ട്. സീ മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷ്യൻ്റെ അടിത്തട്ടിൽ കാണുന്ന മൗണ്ടൻസ് ആണ് സീ മൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ സീ മൗണ്ട്സ് കൂടാതെ മിഡ് ഓഷ്യാനിക് റിഡ്ജസും ഓഷ്യൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൻ്റെ പോർഷൻസ് അല്ലെങ്കിൽ സീ മൗണ്ട്സിൻ്റെ ഭാഗങ്ങൾ സീ ലെവലിന് മുകളിലോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഐലൻഡായി മാറും. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ഐലൻഡാണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സ്വന്തം ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൻ്റെ ഒരു ഒറിജിൻ പറയുമ്പോൾ പൊതുവെ പറയുന്ന ഒരു തിയറിയാണ് ഹിമാലയാസ്. ഹിമാലയാസിൻ്റെ പൂർവാഞ്ചൽ എന്ന് പറയുന്ന ഭാഗം. പൂർവാഞ്ചൽ നിങ്ങൾ എല്ലാവരും അറിയാവുന്ന സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം റീജിയൻസിൽ, അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്ന ഹിമാലയാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പൂർവാഞ്ചൽ. അതിനെ വിളിക്കുന്ന പേരാണ് പൂർവാഞ്ചൽ. ഈ പൂർവാഞ്ചൽ മൗണ്ടൻസ് മ്യാൻമറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. മ്യാൻമറിൽ നമ്മളിതിനെ വിളിക്കുന്ന പേരാണ് അരക്കൻ യോമ. അരക്കനിയോമ. ഓക്കെ, ഇനി ഈ അരക്കനിയോമ മൗണ്ടൻസ് വീണ്ടും നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഹിമാലയാസിൻ്റെ ഈസ്റ്റേൺ സൈഡിലുള്ള എക്സ്റ്റൻഷൻ, ആ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള എക്സ്റ്റൻഷനെയാണ് പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. ആ പൂർവാഞ്ചൽ റേഞ്ചസ് താഴെ, ഇന്ത്യയുടെ താഴെ കിടക്കുന്ന മ്യാൻമറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതറിയപ്പെടുന്നത് അരക്കൻയോമ മൗണ്ടൻസ്. ഈ അരക്കൻയോമ മൗണ്ടൻസ് വീണ്ടും ഇന്ത്യൻ ഓഷനിലോട്ട്, ബേ ഓഫ് ബംഗാളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് വെള്ളത്തിനടിയിലൂടെയാണ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. അത് ഒരു പോർഷനിലെത്തുമ്പോൾ സീ ലെവലിന് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നു. അങ്ങനെ സീ ലെവലിന് മുകളിലോട്ട് പൊങ്ങി വന്ന ആ ഹിമാലയൻ എക്സ്റ്റൻഷൻസ് ആണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ആയിട്ട് മാറിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് എങ്ങനെ ഫോം ചെയ്തേക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്മേർജ്ഡ് മൗണ്ടൻസ് പൊങ്ങി വന്ന് ഫോം ചെയ്തേക്കുന്ന ഐലൻഡ്സ് ആണ് നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു മിഡ് ഓഷ്യാനിക് റിഡ്ജസ് പൊങ്ങി വന്നാലും ഐലൻഡ്സ് ഫോം ചെയ്യാം. അപ്പോൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് പൊങ്ങി വന്ന് ഉണ്ടായേക്കുന്ന ഐലൻഡ്സ് ആണ് ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യം. ഐസ്ലാൻഡ്. അപ്പോൾ ഐസ്ലാൻഡ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് പൊങ്ങി വന്നുണ്ടായേക്കുന്നതാണ് ഐസ്ലാൻഡ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ UPSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫോർമേഷൻ ഓഫ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്. മെയിൻസിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഡിസ്ക്രൈബ് ദി ഫോർമേഷൻ ഓഫ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്. അപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ സബ്മേർജ്ഡ് മൗണ്ടൻസ് പൊങ്ങി വന്നിട്ടുണ്ടായതെന്ന് പറയണം, ഹിമാലയാസിൻ്റെ എക്സ്റ്റൻഷനാണ് എന്ന് പറയണം. അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ആൻഡമാൻ നിക്കോബറിലെ എല്ലാ ഐലൻഡ്സും എന്തല്ല, സബ്മേർജ്ഡ് മൗണ്ടൻസിൻ്റെ പാർട്ടല്ല. ഇതിനു മുൻപ് വോൾക്കാനിസം എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വോൾക്കാനിക് മൗണ്ടൻസ്, അതായത് ബാരൻ ഐലൻഡ്, ഇന്ത്യയിലുള്ള ബാരൻ ഐലൻഡ്, അതുപോലെ തന്നെ നാർക്കൊണ്ടം ഐലൻഡ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലുള്ള ബാരൻ ഐലൻഡ് ആൻഡ് നാർക്കൊണ്ടം ഐലൻഡ് ഇത് രണ്ടും കാണുന്നത് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലാണ്. ഈ രണ്ട് ഐലൻഡ്സും വോൾക്കാനിക് ഒറിജിനാണ്. ഇത് രണ്ടും വോൾക്കാനിക് ഐലൻഡ്സ് ആണ്. അതായത് ഇത് രണ്ടും ഉണ്ടായിരിക്കുന്നത് വോൾക്കാനിസം എന്ന പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൻ്റെ ഫോർമേഷൻ മെയിൻസിന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്മേർജ്ഡ് മൗണ്ടൻ റേഞ്ചസ് പൊങ്ങി വന്നാണ് ഭൂരിഭാഗം ആൻഡമാൻ ഐലൻഡ്സും ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് മൗണ്ടൻസിൽ നിന്നല്ല ഫോം ചെയ്തേക്കുന്നത്. അതിൽ രണ്ട് ഐലൻഡ്സിന് വോൾക്കാനിക് ഒറിജിനാണ് എന്ന് പറയണം. ആ രണ്ട് ഐലൻഡ്സ് ബാരൻ ഐലൻഡും നാർക്കൊണ്ടം ഐലൻഡും. നിങ്ങൾക്കറിയാം അതിൽ ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോയാണ്, നാർക്കൊണ്ടം ഐലൻഡ് എന്ന് പറയുന്നത് ഡോർമെൻ്റ് വോൾക്കാനോയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഐലൻഡ് ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് വോൾക്കാനിക് ഐലൻഡ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു ഓൾറെഡി ബാരൻ ഐലൻഡും നാർക്കൊണ്ടം ഐലൻഡും വോൾക്കാനിസം വഴി ഉണ്ടായതാണ്. അപ്പോൾ വോൾക്കാനിക് ഐലൻഡ്സ് എന്താണ്? വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത് ലാവൽ അക്യൂമുലേഷനും കൊണ്ട്, അതായത് കടലിനടിയിൽ വോൾക്കാനിസം നടക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന ആ ലാവ അക്യൂമുലേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന ഐലൻഡ്സ് ആണ് വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി അക്യൂമുലേഷൻ ഓഫ് ലാവ. ഇനി ഏത് സാഹചര്യത്തിലാണ് ലാവ പുറത്തു വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ അടിയിൽ സബ്ഡക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ തീർച്ചയായും വോൾക്കാനിസം ഉണ്ടാവും. സാധാരണയായി വോൾക്കാനിക് ഐലൻഡ്സ് ഉണ്ടാവുന്നത് രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് അടിയിലോട്ട് പോകും. അപ്പോൾ ആ താഴെ പോകുന്ന പ്ലേറ്റ് മാൻഡിലിൽ ചെന്ന് ഉരുകിച്ചേരും. മാഗ്മയായി മാറും. അവിടെ എക്സസീവ് മാഗ്മ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ എക്സസീവ് മാഗ്മ ഇവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും കൂട്ടും അല്ലേ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ പ്രഷർ കുക്കറിൽ ഫുഡ് വയ്ക്കുമ്പോൾ അല്ലേ, ചൂട് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വിസിലടിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ഓഷ്യൻ പ്ലേറ്റ് മറ്റൊരു ഓഷ്യൻ പ്ലേറ്റിൻ്റെ അടിയിൽ പോകുമ്പോൾ ആ താഴെ പോകുന്ന സബ്മേർജ് ചെയ്യപ്പെടുന്ന ഓഷ്യൻ പ്ലേറ്റ് അവിടെ മാൻഡിലിൽ ഉരുകിച്ചേരും. അങ്ങനെ മാൻഡിലിൽ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എക്സസീവ് ലാവയായി മാറും. ഈ ലാവയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോകണം, അതെങ്ങനെയെങ്കിലും വെന്റിലേറ്റ് ചെയ്യണം. കാരണം ഇറ്റ് കോസസ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഇൻ ദാറ്റ് റീജിയൻ. ഫൈനലി അത് വോൾക്കാനിസമായി പുറത്തോട്ട് വരും. അവിടെ
കടലിനുള്ളിൽ തന്നെ, അതായത് ഇപ്പുറത്തെ ഓഷ്യൻ പ്ലേറ്റിൻ്റെ ഉള്ളിൽ, രണ്ടും ഓഷ്യൻ പ്ലേറ്റ് ആണല്ലോ, അപ്പോൾ ഈ ഒരു ഓഷ്യൻ പ്ലേറ്റിൻ്റെ ഉള്ളിൽ വോൾക്കാനിക് ലാവ പുറത്തു വരും. ഫൈനലി ആ പുറത്ത് വരുന്ന ലാവ ഓഷ്യനിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഓഷ്യൻ വാട്ടർ അതിനെ കൂൾ ഡൗൺ ചെയ്യും. ഓഷ്യൻ വാട്ടറിലോട്ടാണ് ഈ ലാവ വരുന്നതെങ്കിൽ ആ ഓഷ്യൻ വാട്ടറിൻ്റെ തണുപ്പ് കൊണ്ട് ആ ലാവ തണുത്തുറയും. അങ്ങനെ ലാവ തണുത്തുറഞ്ഞാണ് വോൾക്കാനിക് ഐലൻഡ്സ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഓഷ്യൻ്റെ മുകളിൽ വോൾക്കാനിക് ഐലൻഡ്സ് ഫോം ചെയ്യുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഹവായിയൻ ഐലൻഡ്സ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബാരൻ ആൻഡ് നാർക്കൊണ്ടം ഐലൻഡ്സ് ഇൻ ഇന്ത്യ. ഇത് കൂടാതെ ഇന്തോനേഷ്യ ആൻഡ് ഫിലിപ്പീൻസ്. ഇന്തോനേഷ്യയും ഫിലിപ്പീൻസും ആക്ച്വലി രണ്ട് രാജ്യങ്ങളാണ്, പക്ഷേ അവർ ഐലൻഡ് നേഷൻസ് ആണ്, ഐലൻഡ്സ് ആണ് അവരുണ്ടായിരിക്കുന്നത് ഓഷ്യൻ കൺവേർജൻസ് കൊണ്ടാണ്. അപ്പോൾ ഇതും UPSC പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദി ഫോർമേഷൻ ഓഫ് ഇന്തോനേഷ്യൻ ആൻഡ് ഫിലിപ്പീൻ ഐലൻഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വോൾക്കാനിക് ഐലൻഡ്സ് ഉണ്ടാവുന്നു എന്ന ഫോർമേഷൻ വേണം നിങ്ങൾ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് മൊത്തമായിട്ട് പറയണം. രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്നു. അവിടെ കൂട്ടിയിടിക്കുന്ന ഓഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ കൂട്ടിയിടിക്കുന്ന രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ. ആ രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് പസഫിക് പ്ലേറ്റ് ആയിരിക്കും, അതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട, ഒന്ന് പസഫിക് പ്ലേറ്റ് ആണ്. അടുത്തത് ഫിലിപ്പൈൻ പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റ് കൂട്ടിയിടിച്ചാണ് ഫിലിപ്പീൻസ് ഐലൻഡ്സ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഉണ്ടായിരിക്കുന്നത് പസഫിക് പ്ലേറ്റും സുണ്ട പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പസഫിക് പ്ലേറ്റ് സുണ്ട പ്ലേറ്റും കൂട്ടിയിടിച്ച് ഇന്തോനേഷ്യ, പസഫിക് പ്ലേറ്റും ഫിലിപ്പൈൻ പ്ലേറ്റും കൂട്ടിയിടിച്ച് ഫിലിപ്പീൻസും ഉണ്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് മൊത്തമായിട്ട് നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐലൻഡ്സ് എന്ന് പറയുന്നത് കോറൽ ഐലൻഡ്സ് ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഫേമസ് ആയിട്ട് ഉള്ള ഒരു ഐലൻഡ് ഗ്രൂപ്പ് ലക്ഷദ്വീപിയൻ ഐലൻഡ്സ്, അത് കോറൽ ഐലൻഡ്സ് ആണ്. അപ്പോൾ കോറൽ ഐലൻഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കോറൽ ഐലൻഡ്സ് ഫോം ചെയ്യുന്നത് കോറൽ പോളിപ്സിൻ്റെ സ്കെലിറ്റനിൽ നിന്നാണ്. കോറൽ പോളിപ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പവിഴപ്പുറ്റുകൾ. അപ്പോൾ കോറൽ പോളിപ്സിൻ്റെ സ്കെലിറ്റൻസ്, ഈ സ്കെലിറ്റൻസ് കോറൽസ് നശിച്ചു കഴിയുമ്പോൾ ആ സ്കെലിറ്റൻ അത് കാൽസ്യം കാർബണേറ്റ് ആണ്, ആ സ്കെലിറ്റൻസ് അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കോറൽ നശിച്ചു പോയി കഴിയുമ്പോൾ കോറൽസിൻ്റെ സ്കെലിറ്റൻസ് അവിടെ തന്നെ എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കും. ഈ സ്കെലിറ്റൻ്റെ മുകളിൽ നെക്സ്റ്റ് കോറൽസ് വരും. അപ്പോൾ ഈ സ്കെലിറ്റൻ്റെ മുകളിൽ അടുത്ത കോറൽസ് വളരാൻ തുടങ്ങും. ഓക്കെ, പിന്നീട് ഈ പറയുന്ന സെക്കൻഡ് ലെവൽ കോറൽസും നശിച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത കോറൽ അതിൻ്റെ മുകളിൽ വളരാൻ തുടങ്ങും. ഇങ്ങനെ ന്യൂമറസ് ലെയർ ഓഫ് കോറൽ പോളിപ്സ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? കോറൽ ഐലൻഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ കോറൽ ഐലൻഡ്സ് എന്ന് പറയുന്നത് കോറൽ പോളിപ്സിൻ്റെ സ്കെലിറ്റനും കൊണ്ടാണ് ഉണ്ടാവുന്നത്. കോറൽ പോളിപ്സിൻ്റെ സ്കെലിറ്റണിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കോറൽ ഐലൻഡ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഐലൻഡ് ആണ് റിവറൈൻ ഐലൻഡ്. റിവറൈൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു റിവർ അത്യാവശ്യം നല്ല സെഡിമെൻ്ററി ലോഡും കൊണ്ടാണ് വരുന്നതെങ്കിൽ, എക്സാമ്പിൾ ബ്രഹ്മപുത്ര എന്ന റിവർ. അതായത് ചില റിവേഴ്സ് വരുമ്പോൾ ആ റിവേഴ്സിൽ റിവറൈൻ സെഡിമെൻറ്റ്സ് കൂടുതലായിരിക്കും, റിവേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ് കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത്തരം റിവേഴ്സ് ഹിമാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിൽ റേഞ്ചസിൽ നിന്ന് പ്ലെയിൻസിലോട്ട് ഇറങ്ങുമ്പോൾ ഈ റിവേഴ്സ് റിവർ ബെഡിൽ ഈ സെഡിമെൻറ്റ്സ് നിക്ഷേപിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരു റിവർ ഒരുപാട് സെഡിമെൻറ്റ്സും കൊണ്ടാണ് ഒഴുകി വരുന്നതെങ്കിൽ, എക്സാമ്പിളാണ് നമ്മുടെ ബ്രഹ്മപുത്ര റിവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സെഡിമെൻറ്റ്സ് കൊണ്ടുവരുന്ന രണ്ടാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര. ഓക്കെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെഡിമെൻറ്റ്സും കൊണ്ടുവരുന്ന രണ്ടാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര. അപ്പോൾ ബ്രഹ്മപുത്ര പോലെയുള്ള നദികൾ ഒഴുകി വരുമ്പോൾ ഒരുപാട് സെഡിമെൻറ്റ്സ് കൊണ്ടാണ് വരുന്നത്. ഇവർ പ്ലെയിൻസിലോട്ട് കടന്നു കഴിയുമ്പോൾ ഈ നദിയുടെ സ്പീഡ് കുറയും, ഈ റിവേഴ്സിൻ്റെ സ്പീഡ് കുറയും. അങ്ങനെ റിവേഴ്സിൻ്റെ സ്പീഡ് കുറഞ്ഞു കഴിയുമ്പോൾ റിവേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? അതിൻ്റെ സെഡിമെൻറ്റ്സ് ആ റിവർ കോഴ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന ഐലൻഡ്സ് ആണ്
റിവറൈൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് മജൂലി എന്ന ഐലൻഡ്. മജൂലി ഇരിക്കുന്നത് ബ്രഹ്മപുത്ര റിവറിലാണ്, ആസാമിലാണ്. അപ്പം മജൂലി ഐലൻഡ് മറ്റൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ്. മജൂലി ഐലൻഡ് ഈസ് എ റിവറൈൻ ഐലൻഡ്. എവിടെ കാണുന്നു? ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കാണുന്നു. ഏത് നദിയിൽ കാണുന്നു? ബ്രഹ്മപുത്ര നദിയിൽ കാണുന്നു. ഓക്കെ, ഇനി മജൂലി ഐലൻഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആണ് മജൂലി. ഇന്ത്യയിലെ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആണ് മജൂലി. ഇത് കൂടാതെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് ഐലൻഡ് കൂടെയാണ് മജൂലി. ഓക്കെ, അപ്പോൾ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇൻഹാബിറ്റേറ്റഡ് ഐലൻഡാണ് ഏത്? മജൂലി. ആൾ താമസമുള്ള ലോകത്തിലെ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ്. വെറും ഐലൻഡ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, റിവറൈൻ ഐലൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് കൂടാതെ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ റിവറൈൻ ഐലൻഡ് ക്ലിയർ ആയി അല്ലേ? ഇനി അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ്. നമ്മൾ ഇടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ട് എന്ത്, ചൈന ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ടാക്കുന്ന ഒരാളാണ് ചൈന എന്ന് പറയുന്ന രാജ്യം. എസ്പെഷ്യലി അവർ ഈ ഐലൻഡ്സ് ഉണ്ടാക്കുന്നത് സൗത്ത് ഈസ്റ്റ് ചൈന സീയിലാണ്. സൗത്ത് ഈസ്റ്റ് ചൈന സീയിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമെയ്ഡ് ഐലൻഡ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഹോങ്കോങ്ങിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹോങ്കോങ്ങിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത്, അത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. അത് മാൻമെയ്ഡ് ഐലൻഡാണ്, ഓർത്തിരിക്കുക. ഇത് കൂടാതെ വേറൊരു എക്സാമ്പിളാണ് ഫ്ലെവോപോൾഡറും ഉണ്ടാക്കിയേക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ചൈന ഒരുപാട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി സൗത്ത് ചൈന സീയിൽ അവരൊരുപാട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആക്ച്വലി ഒരു ഡിസ്പ്യൂട്ടഡ് തിങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചൈന ഇത്ര കഷ്ടപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ടാക്കുന്നത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന് ഒരു ഐലൻഡ് ഉണ്ടെങ്കിൽ രാജ്യത്തിന് ടെറിറ്റോറിയൽ വാട്ടർ കൂടുതൽ കിട്ടും. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ, എത്രയാണ്? 12 നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടറാണ്. അതായത് ഇന്ത്യക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലത്ത് നിന്ന്, ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏതൊരു റിസോഴ്സും ഇന്ത്യക്ക് എടുക്കാം. എസ്പെഷ്യലി നമ്മുടെ പെട്രോളിയം റിസർവ്സ്, ഓയിൽ റിസർവ്, നാച്ചുറൽ ഗ്യാസ് റിസർവ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓഷ്യൻസിലാണ് അല്ലേ? ഓഷ്യൻസിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് റിസർവ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് ടെറിട്ടോറിയൽ വാട്ടർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല രീതിയിൽ ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഐലൻഡ്സ് ഉണ്ടല്ലോ 2 എണ്ണം ഇന്ത്യക്ക് അല്ലേ? ലക്ഷദ്വീപിയൻ ഐലൻഡും ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സും. അപ്പോൾ ഈ ഐലൻഡിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ ഉണ്ടെങ്കിൽ അതും നമ്മുടെ തന്നെ ടെറിട്ടോറിയൽ റീജിയനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ 12 നോട്ടിക്കൽ മൈലിന് പുറത്തോട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അനുവാദം വേണം. ഇൻ്റർനാഷണൽ സീ ബെഡ് അതോറിറ്റി, അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് UN-ൻ്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ് ISA, ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി. അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓപ്പൺ ഓഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൻ്റെ പുറത്തുനിന്ന് നമുക്ക് മിനറൽസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? നമ്മുടെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് കൂടും, ടെറിട്ടോറിയൽ വാട്ടർ കൂടും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് കൂടെ നമുക്ക് എന്ത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും? റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ചൈന ഇത്രയധികം ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് എവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? സൗത്ത് ഈസ്റ്റ് ചൈന സീയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഈസ്റ്റ് ചൈന സീയിൽ ഒരു ഹ്യൂജ് റിസോഴ്സ് ഓഫ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഉണ്ടെന്നാണ്
പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഐലൻഡ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ആർട്ടിഫിഷ്യൽ ഐലൻഡിന് എക്സാമ്പിളാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ ഫ്ലെവോ പോൾഡർ എന്നും പഠിച്ചു. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇതും നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഐലൻഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഐലൻഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതികളാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഐലൻഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ ഐലൻഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലോട്ട് ഇന്ത്യൻ ഐലൻഡ്സ് ആണ് വരേണ്ടത്. ഇന്ത്യക്ക് ആൻഡമാൻ നിക്കോബർ ഐലൻഡ് അല്ലെങ്കിൽ ലക്ഷദ്വീപും കൊണ്ട് എന്തൊക്കെ പോസിറ്റീവ് ഗുണങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐലൻഡ്സ് ഇന്ത്യക്ക് എന്തുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആവുന്നു എന്നോർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഐലൻഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഏരിയാസ് ആണ് അല്ലേ, അതിൻ്റെ ചുറ്റും വാട്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ആക്സസിബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളാണ് ഐലൻഡ്സ്. അങ്ങനെയെങ്കിൽ അവിടെ ബയോഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും. ഓഫ് കോഴ്സ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെജിറ്റേഷൻ കവർ, അതുപോലെ തന്നെ അനിമൽസിൻ്റെ ഡൈവേഴ്സിറ്റി എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഐലൻഡ്സ് എന്ന് പറയാം. ബിക്കോസ് ദേ ആർ ഐസൊലേറ്റഡ് ആൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ആർ വെരി ലെസ് ഇൻ ദാറ്റ് ഏരിയ അല്ലേ. ദെൻ അടുത്തത് ഐലൻഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു സീ ലെവൽ ഇൻഡിക്കേറ്റർ ആണ്. ഐലൻഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു സീ ലെവൽ ഇൻഡിക്കേറ്ററാണ്. നമുക്കറിയാം ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഓരോ തവണ നടക്കുന്തോറും സീ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. കാരണം ഗ്ലോബൽ വാർമിംഗ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഔട്ട്കമാണ്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് നടക്കുമ്പോൾ സ്നോ മെൽറ്റ് ചെയ്യാറുണ്ട്, ഗ്ലേഷ്യേഴ്സും സ്നോയൊക്കെ മെൽറ്റ് ചെയ്യും. ഈ മെൽറ്റ് ചെയ്യുന്ന ഗ്ലേഷ്യേഴ്സും സ്നോയുടെയും വാട്ടർ വരുന്നത് സീയിലോട്ടാണ്. അത് സീ ലെവൽ റൈസ് ചെയ്യാൻ കാരണമാവും. സീ ലെവൽ ഓരോ സമയവും റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഐലൻഡ്സ് ആണ്. നല്ല രീതിയിൽ സീ ലെവൽ റൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വേൾഡിൽ കാണുന്ന ഭൂരിഭാഗം ഐലൻഡ്സും സബ്മേർജ്ഡ് ആയി പോകും. ഭൂരിഭാഗം ഐലൻഡ്സും താന്നു പോകും, സബ്മേർജ്ഡ് ആയി പോകും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണി അനുഭവപ്പെടുന്ന ഐലൻഡ്സ് എന്ന് പറയുന്നത് പസഫിക് ഐലൻഡ്സ് ആണ്. പസഫിക് ഓഷനിലെ ഐലൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ സീ ലെവൽ റൈസ് കൊണ്ട് ഡിസാസ്റ്റേഴ്സ് അനുഭവിക്കാൻ പോകുന്ന ഐലൻഡ്സ്. ഓക്കെ, അപ്പോൾ ഐലൻഡ്സ് ആർ ഗുഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സീ ലെവൽ റൈസ്. ദെൻ അടുത്തതാണ് ഐലൻഡ്സ് എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ പാരഡൈസ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്. ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഇടയിലൊന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഐലൻഡ്സ് എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ റെസ്റ്റ് സ്റ്റോപ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ബേർഡ് ഡൈവേഴ്സിറ്റി കൂടുതൽ കാണാനായിട്ട് പറ്റും. ഇനി കോറൽ റീഫ്സ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഐലൻഡ്സിലാണ്. കാരണം കോറൽ റീഫ്സിന് ഷാലോ വാട്ടേഴ്സിലാണ് വളരാൻ കഴിയുക. കോറൽ റീഫിന് വളരണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ അധികം ആഴത്തിൽ കോറൽ റീഫിന് വളരാനായിട്ട് സാധിക്കില്ല. കോറൽ റീഫ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഐലൻഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും കോറൽ റീഫ്സ് ഏറ്റവും കൂടുതൽ കാണുക. കാരണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഉള്ളിലോട്ട് നമുക്ക്, അതായത് ഓപ്പൺ ഓഷ്യനിലോട്ട് നടുകടലിൽ കോറൽസ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഐലൻഡ്സിൻ്റെ ഫ്രിഞ്ചസിലാണ് ഏറ്റവും കൂടുതൽ കോറൽ റീഫ്സ് കാണുന്നത്. കാരണം അത് അവർക്ക് സൺലൈറ്റ് കിട്ടാനായിട്ട് ഷാലോ ഡെപ്തിൽ വളരാൻ അവരെ സഹായിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഐലൻഡ്സിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കുറവാണ്, ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഐലൻഡ്സ് ഹാവിങ് ഇൻഡിജീനസ് പീപ്പിൾ. ഒരു ഐലൻഡിന് അവരുടേതായ ഇൻഡിജീനസ് പോപ്പുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായ ഇൻഡിജീനസ് സൈഡിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ആൻഡമാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡമാനിൽ ജരേവാസ്, സെൻറ്റിനലീസ്, ഓങ്, ഓക്കെ, ഇങ്ങനത്തെ പല ട്രൈബ്സിനെയും അവിടെ കാണാനായിട്ട് പറ്റും. ഷോംപൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൽ മാത്രം കണ്ടുവരുന്ന ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് കുറവായതുകൊണ്ടും പുറത്തുള്ള ഒരു
പ്ലേസുമായിട്ട് ഇൻട്രാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടും ഇവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യപ്പെടും. അവിടെ കൾച്ചറൽ മിക്സിങ് നടക്കത്തില്ല. ആ കൾച്ചർ പ്രീസ്റ്റീൻ സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യപ്പെടും, കൺസർവ് ചെയ്യപ്പെടും. അപ്പോൾ അവർക്ക് അവരുടേതായ ഐലൻഡിൻ്റേതായ പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ നല്ല ഒരു ഡിഫൻസ് ലൊക്കേഷൻ കൂടെയാണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് എന്ന് പറയുന്നത് മലാക്ക സ്ട്രെയിറ്റിനോട് ചേർന്നാണ് കിടക്കുന്നത്. മലാക്ക സ്ട്രെയിറ്റ് വഴിയാണ് നമുക്ക് സൗത്ത് ചൈന സീയിലോട്ട് കയറാൻ പറ്റുക. അപ്പം മലാക്ക സ്ട്രെയിറ്റിനോട് ചേർന്നാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോക്ക് പോയിൻ്റ് ആണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലാണ് ഇന്ത്യയുടെ ഒരേ ഒരു ട്രൈ കമാൻഡ് സർവീസ് ബേസ് എന്ന് പറഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ് ഇവർ 3 പേരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേഷൻ അതിരിക്കുന്നത് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലാണ്. കാരണം മലാക്ക സ്ട്രെയിറ്റിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മാരിടൈം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക അതൊരു സ്ട്രാറ്റജിക് പോയിന്റ് ആയതുകൊണ്ട് ആ ഒരു റീജിയനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ട്രൈ കമാൻഡ് സർവീസ് ബേസ് നമ്മൾ ആൻഡമാനിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഐലൻഡ്സിൻ്റെ സിഗ്നിഫിക്കൻസ്. ഒന്ന് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഏരിയാസ് ആണ്. എക്സാമ്പിൾ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് വൺ ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് റീജിയൻ ആണ്. 2 നല്ല സീ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. കാരണം ഐലൻഡ്സ് ഇരിക്കുന്നത് സീയുടെ നടുക്കാണ് അല്ലേ, ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദി മിഡിൽ ഓഫ് സീസ്. സോ സീ ലെവൽ എന്തെങ്കിലും റേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്മേർജ് ചെയ്യപ്പെടുന്നത് ഐലൻഡ്സ് ആയിരിക്കും. തേർഡ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേർഡ്സ് പാരഡൈസ്, അതായത് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ റെസ്റ്റിംഗ് സൈറ്റ്സ് ആണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് കോറൽ റീഫ്സ് കാണുന്നത് ഫ്രിഞ്ചസ് ഓഫ് ദി ഐലൻഡ്സിലാണ്. കാരണം കോറൽ റീഫിന് ഷാലോ വാട്ടേഴ്സിലാണ് സർവൈവ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ ഷാലോനെസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐലൻഡ്സ് ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞു അവർക്ക് അവരുടേതായ ഇൻഡിജീനസ് പീപ്പിൾസ് ഉണ്ടാവും, അതായത് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. എക്സാമ്പിളാണ് ഷോംപൻ, ജരേവാസ്, ഓങ് ആൻഡ് സെന്റിനലീസ് ഇൻ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്. ലാസ്റ്റ് നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിഫൻസ് ലൊക്കേഷനാണ്. മലാക്ക സ്ട്രെയിറ്റിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഡിഫൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ട്രൈ കമാൻഡ് സർവീസ് ബേസ് നമ്മളവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഷിപ്സ് മൂവ് ചെയ്യുമ്പോൾ, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കൂടെ ഷിപ്സ് മൂവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഷിപ്സ് റീഫ്യൂവൽ ചെയ്യേണ്ടി വരും അല്ലേ, ഷിപ്പിൽ വീണ്ടും ഫ്യൂവൽ നിറയ്ക്കേണ്ടി വരും. അങ്ങനെ റീഫ്യൂവലിങ്ങിന് സഹായിക്കുന്നത് ഐലൻഡ്സ് ആണ്. ഐലൻഡ്സ് ഉണ്ടെങ്കിൽ അവിടെ റീഫ്യൂവലിംഗ് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഐലൻഡ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ഐലൻഡ്സ് എന്ന് പറയുന്നത് ലാൻഡ് ഏരിയ സറൗണ്ടഡ് ബൈ വാട്ടർ ആണ് ഐലൻഡ്സിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കോണ്ടിനെൻ്റൽ ഐലൻഡ്. കോണ്ടിനെൻ്റലിൽ നിന്ന് റിഫ്റ്റ് ചെയ്ത് മാറി ഉണ്ടാകുന്ന ഐലൻഡ്സ് ആണ് കോണ്ടിനെൻ്റൽ ഐലൻഡ്സ്. എക്സാമ്പിളാണ് മഡഗാസ്കർ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു പാർട്ട് ഓഫ് സബ്മേർജ്ഡ് മൗണ്ടൻസ്. അപ്പോൾ നമ്മുടെ ഓഷ്യാനിക് മൗണ്ടൻസിൻ്റെയും അതുപോലെ തന്നെ സീ മൗണ്ട്സും അതുപോലെ തന്നെ മിഡ് ഓഷ്യാനിക് റിഡ്ജസും സീ ലെവലിന് മുകളിലോട്ട് വരികയാണെങ്കിൽ അത് പാർട്ട് ഓഫ് സബ്മേർജ്ഡ് മൗണ്ടൻസ് ആയി വരും, അത് ഐലൻഡ്സ് ആയി മാറും. എക്സാമ്പിളാണ് എക്സാമ്പിളാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്, അതുപോലെ തന്നെ ഐസ്ലാൻഡ്. ഇനി അടുത്ത ഐലൻഡ്സ് ആണ് വോൾക്കാനിക് ഐലൻഡ്സ്. വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ലാവൽ അക്യൂമുലേഷൻ കൊണ്ടുണ്ടാവുന്ന ഐലൻഡ്സ് ആണ് വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതുണ്ടാവുന്നത് 2 ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോഴാണ്. എക്സാമ്പിളാണ് നമ്മുടെ ഇന്തോനേഷ്യൻ ഫിലിപ്പീൻ ഐലൻഡ്സ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബറിലുള്ള ബാരൻ ഐലൻഡ് ആൻഡ് നാർക്കൊണ്ടം ഐലൻഡ്. നെക്സ്റ്റ് കോറൽ ഐലൻഡ്സ് കോറൽ പോളിപ്സിൻ്റെ സ്കെലിറ്റൺസ് അക്യൂമുലേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന ഐലൻഡ്സ് ആണ് കോറൽ ഐലൻഡ്സ്. എക്സാമ്പിളാണ് ലക്ഷദ്വീപിയൻ ഐലൻഡ്സ്. അടുത്തത് റിവറൈൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെൻ്ററി ലോഡും കൊണ്ട്, ഹൈ സെഡിമെൻ്ററി ലോഡും കൊണ്ട് വരുന്ന റിവേഴ്സ്, ആ സെഡിമെൻറ്റ്സ് അവരുടെ റിവർ ബെഡിലിട്ട് ഉണ്ടാക്കുന്ന ഐലൻഡ്സ് ആണ് റിവറൈൻ ഐലൻഡ്സ്. എക്സാമ്പിളാണ് മജൂലി ഐലൻഡ് ഇൻ ആസാം, അതിരിക്കുന്നത് ബ്രഹ്മപുത്ര റിവറിലാണ്.
ഫൈനലി ലാസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ്. ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഐലൻഡ്സ് ആണ്. അപ്പോൾ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഹോങ്കോങ്ങിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതേപോലെ തന്നെ ഫ്ലെവോപോൾഡ്. ദെൻ നമ്മൾ പറഞ്ഞു ചൈന എന്തുകൊണ്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഒരുപാട് സൗത്ത് ഈസ്റ്റ് ചൈന സീയിൽ ഉണ്ടാക്കുന്നു. അവരുടെ ടെറിട്ടോറിയൽ വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനാണ്, അതുവഴി റിസോഴ്സസ് മൈൻ ചെയ്തെടുക്കാനാണ്. ദെൻ ഫൈനലി നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഐലൻഡ്സ് ആണ് പറഞ്ഞത്. അതിൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ്, ഇൻഡിജീനസ് പോപ്പുലേഷൻ കാണുന്നു, അവരുടേതായ ട്രൈബൽ ഗ്രൂപ്പുകൾ കാണുന്നു, സീ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ റെസ്റ്റിംഗ് സൈറ്റുകളാണ്. ദെൻ നമ്മൾ പറഞ്ഞു കോറൽ റീഫ് എക്കോസിസ്റ്റത്തിന് വളരാൻ വേണ്ട സാഹചര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സ്ട്രാറ്റജിക് ഡിഫൻസ് ലൊക്കേഷൻസ് ആണ്. ഇതിലില്ലാത്തൊരു പോയിന്റും കൂടെ നമ്മൾ ആഡ് ചെയ്തു. എന്തായിരുന്നു? അതായത് ഷിപ്സിൻ്റെ റീഫ്യൂവലിങ്ങിന് സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പോർഷൻ അവസാനിക്കുകയാണ്. ഇതോടുകൂടി മേജർ ലാൻഡ് ഫോംസ് എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ജിയോമോർഫിക് ഏജൻസും അവരുണ്ടാക്കുന്ന ലാൻഡ് ഫോംസും ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.